ഇന്ന് കോളിഫ്ലവർ വെച്ചിട്ട് ഒരു തോരൻ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ കോളിഫ്ലവർ ഞാൻ ചെറുതായിട്ടൊന്ന് അടർത്തിയെടുത്ത് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ പീസായിട്ടാണ് കേട്ടോ. നല്ല ചെറിയ പീസുമല്ല, അത്യാവശ്യം ഒരു വലുപ്പത്തിൽ. അതാണ് ഇവിടെ മക്കൾക്കൊക്കെ ഇഷ്ടം. കുറച്ചിങ്ങനെ എടുത്ത് കഴിക്കാൻ പറ്റുന്നൊരു രീതിക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കണം ഇനി. അപ്പോൾ ഞാനതിലേക്ക് കുറച്ചൊരു മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ പുഴുക്കളും ഒക്കെ ഉള്ളിലുണ്ടാവും. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട വെള്ളത്തിൽ അത് ഇതായി വരും. അപ്പോൾ അത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു ഇളം ചൂടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ചൂടൊന്നുമില്ല, ഒരു ഇളം ചൂടുവെള്ളമാണ്. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് ഞാൻ മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാ വെള്ളമൊക്കെ ഒഴിച്ച് ഇനി അതൊന്ന് വൃത്തിയായിട്ട് വരാൻ ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ആദ്യം ആ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 5 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വെക്കുകയാണ്. അതിൽ എന്തെങ്കിലും അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അണുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് വന്നോളും. ഇനി അതിലേക്ക് ഞാനൊരു വലിയ ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. ഞാൻ നന്നായിട്ട് ചെറിയ വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് ഞാനിതാ കോളിഫ്ലവറൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയൊരു പാത്രം അടുപ്പത്ത് വെക്കുന്നുണ്ട്. പാത്രം ഒന്ന് ചൂടായിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കൂടുതലൊന്നും ഒഴിക്കുന്നില്ല, ഒരു 2 ടേബിൾ സ്പൂണോളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലധികം എരിവോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. 2 വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് വഴറ്റി ഇതായി വരണം, വഴന്ന് നന്നായിട്ടൊന്ന് വരണം. അപ്പോൾ ഞാൻ അതാ നല്ലോണം വഴറ്റിയെടുക്കുന്നുണ്ട്. മക്കൾക്കൊക്കെ ഇഷ്ടമാവും ഈ ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ. പച്ചക്കറിയൊന്നും കഴിക്കാത്ത മക്കളൊക്കെ കഴിച്ചോളൂ. അപ്പോൾ അതാ ഒന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഞാനിനി അതിലേക്ക് കോളിഫ്ലവറും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ അതാ ഉള്ളിയൊക്കെ അത്യാവശ്യം ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കോളിഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കോളിഫ്ലവർ ഞാൻ നല്ല ചെറിയ കഷ്ണങ്ങളൊന്നും ആക്കിയിട്ടില്ല, എന്നാലും ചെറിയൊരു കഷ്ണങ്ങളാക്കിയിട്ട് ആക്കിയതാണ്. ഇനി ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ ഒന്ന് കോളിഫ്ലവറും എല്ലാം ഒന്ന് മിക്സ് ചെയ്യുന്ന രീതിക്ക് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ചെറിയ കഷ്ണങ്ങളല്ലാത്തതുകൊണ്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത്തിരി വെള്ളം മതി, കൂടുതലൊന്നും വേണ്ട. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോഴേക്കും ഇതാ ചാരൂസ് വന്നിട്ടുണ്ട് കേട്ടോ. ചാരൂസിന് കോളിഫ്ലവർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാ ടേസ്റ്റ് ചെയ്യാൻ വന്നതാണ് കേട്ടോ. ഉപ്പുണ്ടോ നോക്കാൻ വന്നതാണ് ആൾ. അങ്ങനെ ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുന്ന സമയത്ത് വെന്തോ നോക്കോ പറഞ്ഞിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വെന്തിട്ടുണ്ട്. അപ്പോൾ ചാരൂസ് ഒന്ന് തിന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ചാരൂസിന് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വേഗം തന്നെ വന്നത്. അപ്പോൾ അതാ ഏകദേശം ഇനി വെന്തിട്ടുണ്ട്. ഇനി ആ വെള്ളം ഒന്ന് വറ്റി വരണം. ഇപ്പോൾ കുറച്ചൊന്ന് ഒരു ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും വേണ്ട, ഒരു കുറച്ച് മതി. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വെള്ളമൊക്കെ വറ്റിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഓഫാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ലോണം തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കുള്ള വീഡിയോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.